മഹാകുംഭമേള ഒന്നര നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനം ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 ശിവരാത്രി വരെ ഒഴുകിയെത്തുന്നു. ഏകദേശം 42 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള ത്രിവേണി സംഗമത്തിലെ സ്നാനമാണ്. ഗംഗ, യമുന, അദൃശ്യനദിയായ സരസ്വതി ഇവയുടെ സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്താൽ പാപങ്ങളൊക്കെ നീക്കി മോക്ഷപ്രാപ്തിയിലേക്ക് അടുക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. പ്രയാഗ്രാജിലെ 15 കിലോമീറ്ററിൽ നദിയിൽ സ്നാനം ചെയ്യാൻ ഘാട്ട് അഥവാ കടവ് ഒരുക്കിയിരിക്കുന്നു. ഏക്കർ കണക്കിനുള്ള കൃഷിഭൂമിയിൽ കൃത്രിമ ഇരുമ്പുപാളികൾ വെച്ച് റോഡുകൾ ഉണ്ടാക്കിയിരിക്കുകയും സെക്ടറുകളായി തിരിച്ച് അവിടേക്കൊക്കെ വാഹനങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ തിരക്കുള്ള ദിനങ്ങളിൽ കിലോമീറ്ററോളം നടന്നു വേണം സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്യാൻ. ഇന്ത്യയിലെയും പുറത്തെയും സന്യാസിവരന്മാരും ഹിമാലയ സാനുക്കളുടെ ഋഷിമാരും സ്നാനം ചെയ്യാനും കൃത്രിമ ആശ്രമം അവിടെ പണിത് ശിബിരങ്ങളും അഘോരികളായ ഋഷിമാരുടെ ദിവ്യാത്ഭുതങ്ങളും പ്രദർശിപ്പിക്കുന്നു. പാലാഴി കടഞ്ഞെടുത്ത അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരുമായുള്ള യുദ്ധം 12 ദിവസം നീണ്ടുനിന്നുവെന്നും ദേവേന്ദ്രൻ്റെ മകൻ ജയന്തൻ അത് തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് 4 സ്ഥലത്ത് ഏതാനും തുള്ളി വീണെന്നും പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ പൂർണ്ണ കുംഭമേള 12 വർഷത്തിൽ ഒരിക്കലും മഹാകുംഭമേള 144 വർഷങ്ങൾക്ക് ശേഷവും നടക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും കുളിക്കാൻ ഇറങ്ങുമെന്നാണ് വിശ്വാസം.